ഇനി നമുക്ക് ബ്രെഡും മുട്ടയും വെച്ച് ഒരു പിസ്സ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ചിക്കൻ നല്ലപോലെ കഴുകിയതിന് ശേഷം ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ ചിക്കൻ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ശകല ഉപ്പ്, കുരുമുളക് പൊടി എല്ലാം എനിക്ക് അര ടീസ്പൂൺ പോലും വേണ്ടായിരുന്നു, സോയാ സോസ് എല്ലാം കൂടി മിക്സ് ചെയ്തു. അതിന് തൈര് എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന ശകലം നേരം ഫ്രിഡ്ജിൽ വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ പാനിൽ വെച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനിതിലേക്ക് ഓയിൽ ഒഴിക്കുന്നു. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ ഒരു സവോളയാണ് ഇതിൻ്റെ പകുതി ഇടുന്നു. നന്നായിട്ട് ഇങ്ങനെ ഇളക്കുന്നു. ലേശം ബട്ടർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നിങ്ങൾക്ക് വേണേൽ അരിഞ്ഞ് ഉപയോഗിക്കാം. അതിലേക്ക് ഞാൻ ഒരു ശകലം നേരം ഇത് മതി. ലേശം കുരുമുളക് പൊടി, ശകല ഉപ്പ്, ഞാനിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് പാലൊഴിക്കുന്നു. തിളപ്പിച്ചാറിച്ച പാലാണ്, ഇത് കുറച്ച് മതി. അതിലേക്ക് ഞാൻ കോൺഫ്ലവർ ഒഴിക്കുന്നു, ഒരു ശകലം. വൈറ്റ് സോസിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഈ പച്ചപ്പ് മാറുന്നിടം വരെ ഇങ്ങനെ ഇളക്കണം. ഇത് ഏകദേശം ഈ ഒരു ഇതിലായി. വേണമെങ്കിൽ ഒരു ശകലം പാലും കൂടെ ഒഴിച്ച് അതിനെ ലൂസ് പരുവത്തിലാക്കാം. അപ്പം ഞാനൊരു പാൻ വെക്കുന്നു. അതിലേക്ക് ബ്രെഡ്, ബട്ടർ ഇടുന്നു. ഞാൻ മുട്ടയും ഒരു മുട്ടയും ബ്രെഡും ഒന്നും കൂടെ ഇട്ട് നല്ലപോലെ മിക്സിയിൽ അടിച്ചതാണ്. അതിനകത്തൊന്നും ചേർക്കണ്ട, നന്നായിട്ട് അടിച്ചു. അത് ഇതേപോലെ ലൂസ് പരുവമായിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ പാനിലേക്ക് വെക്കുന്നു. ഇതേപോലെ ഞാൻ വെച്ചിട്ട് ചെറിയ തീ മതി, ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുന്നു. ആ സമയം കൊണ്ട് ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇതാക്കുന്നു, ലൂസാക്കുന്നു. ഇത് വൈറ്റ് സോസിനുള്ളതാണ്. ആദ്യം തുറന്ന് നോക്കുന്നു, അധികം വേവണ്ട. ഇതിലേക്ക് ഞാൻ വൈറ്റ് സോസ് ഒഴിക്കുന്നു. ചിക്കൻ,
എനിക്ക് എങ്ങനെ വേണേലും ഗാർണിഷ് ചെയ്യാം. ഞാനിങ്ങനെയാണ് വെക്കുന്നത്. ശകലം കൂടെ അതിനകത്തൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഒഴിക്കുന്നു. പിന്നെ നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റി ചെറുതായിട്ടൊന്ന് സ്റ്റീം കൊടുക്കുന്നു. ഇതിലേക്ക് ഞാൻ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നു. ടൊമാറ്റോ സോസ് ഇതൊന്ന് ചെറുതായിട്ട് അരച്ച് വെക്കുന്നു. ഇതൊന്ന് ചെറിയൊരു തീ കിടന്ന് ആ വൈറ്റ് സോസ് ഒന്ന് വേവണം. ഇതിലേക്ക് ഞാൻ ഒലിവിൻ്റെ ഇടുന്നു. ഞാനിതിലേക്ക് ചെറുതായിട്ട് ചീസ് ഇടുന്നു. വീണ്ടും അടച്ച് വെക്കുന്നു. അങ്ങനെ ബ്രെഡ് വെച്ച് നല്ലൊരു പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒന്ന് പറയണം. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കണം. ബൈ.